നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ വില്ലേജ് ഓഫീസിന് കിഴക്ക് ഭാഗത്തുള്ള ദേശീയപാതയരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആൾ താമസമില്ലാത്ത വീടിന്റെ മുറ്റത്തേക്ക് കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിക്കുന്നതായി പരിസരവാസികളുടെ പരാതി ഉയരുന്നു. വാർത്തകൾ വിശദമായി. അരൂർ വില്ലേജ് ഓഫീസിന് കിഴക്ക് ഭാഗത്തുള്ള ദേശീയപാതയുടെ അരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആൾ താമസമില്ലാത്ത വീടിന്റെ മുറ്റത്തേക്ക് കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിക്കുന്നതായി പരിസരവാസികളുടെ പരാതി ഉയരുന്നു. അരൂർ വില്ലേജ് ഓഫീസിന് കിഴക്ക് ഭാഗത്തുള്ള ദേശീയപാതയുടെ റോഡരികിലുള്ള ആൾ താമസമില്ലാത്ത വീട്ടിലേക്കാണ് ഒരാഴ്ചക്കാലമായി കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കനത്ത ദുർഗന്ധം മൂലം വഴി നടക്കാൻ പറ്റാതായപ്പോഴാണ് പരിസരവാസികൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നിരവധി മാലിന്യ കൂമ്പാരങ്ങൾ അടങ്ങിയ ചാക്കുകൾ വീടിന്റെ പരിസരത്ത് കാണപ്പെടുന്നു. ഇതിന് പുറമെയാണ് കക്കൂസ് മാലിന്യവും. പരേതനായ ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ ശശിയുടെ വടക്കേ അതിരിലുള്ള വീടാണിത്. ഒരു പീഡന കേസിൽ പ്രതിയായിരുന്ന പരേതനായ സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലാണ് ഈ വീട് എന്നും അറിയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ സത്വര നടപടികൾ എടുത്ത് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതാണ്. ദൈവമക്കളെ, ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ 12 മുതൽ 15 വരെ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് വചനം ശുശ്രൂഷിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും. ദൈവശക്തി നമ്മുടെ മേൽ പകരും. നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമ്മുടെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം. ഈ കൊച്ചി പട്ടണത്തിലെ അതേ അനേകര് മയക്കുമരുന്നിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാർ. ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ തക്കോണം ദൈവശക്തി മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കുന്ന 4 ദിനങ്ങളാണ് ഇവിടെ. ആ 4 ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചു കൊണ്ടുപോകാനിടയായി തരും. അതേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് 4 ദിവസങ്ങൾ. ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത്. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.